മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതം എന്നൊരു രാഷ്ട്രം ഇന്ന് ലോക ജനതയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. അതിന് ഒരു കാരണം ഭാരതത്തിൻ്റെ ഭൂതകാല വൈഭവവും വർത്തമാനകാല നേട്ടങ്ങളും ഭാവി കാലത്ത് ഭാരതത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കുന്ന അറിവിൻ്റെ കൂമ്പാരവും ഇന്ന് ലോക ജനതയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതെല്ലാം പ്രശ്നങ്ങൾ ഭാരതത്തിൽ ഉണ്ടാവുമ്പോഴും അതിനെല്ലാം ഭാരതം അതിജീവിച്ചിട്ടുണ്ട്. താഷ്കണ്ടിൽ വെച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി വധിക്കപ്പെട്ടു. ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി മരിച്ചു, വധിക്കപ്പെട്ടു. രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു. അതേപോലെ ഇവിടെ ഖാലിസ്ഥാൻ ഉണ്ടായിരുന്നു, ആസാമിലെ വിപ്ലവം ഉണ്ടായിരുന്നു, GNLF ഉണ്ടായിരുന്നു, LTTയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, നാഗ കലാപകാരികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഭാരതം അതിനെല്ലാം സാവധാനത്തിൽ അതിജീവിച്ചു. തമിഴ്നാട്ടിലെല്ലാം ഹിന്ദിക്കെതിരായിട്ടുള്ള വലിയ വിപ്ലവം ഉണ്ടായിരുന്നു. രായലസീമ ആന്ധ്രാപ്രദേശില് രണ്ടാക്കി മുറിക്കണം എന്ന് പറഞ്ഞ് വലിയ വിപ്ലവം ഉണ്ടായിരുന്നു. എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബെൽഗോം എന്ന ജില്ല മഹാരാഷ്ട്രയ്ക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ ഭയങ്കര വിപ്ലവം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ഏതോ ഒരു ദേവീ ക്ഷേത്രം തമിഴ്നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. കർണാടകത്തിലെ കാവേരി ജലം തമിഴ്നാട്ടിന് കൊടുക്കില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 61 വർഷക്കാലം ഭാരതം എത്രയെല്ലാം സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഒരു അത്ഭുതകരമായ വസ്തുതയാണ്. അതിൽ ഇന്നും സോൾവ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ കാശ്മീർ പ്രശ്നം മാത്രമാണ്. അതെനിക്ക് തോന്നുന്നു അത് അതേപോലെ നിലനിൽക്കേണ്ടത് ചിലരുടെ ആവശ്യമായതുകൊണ്ടാണ് അതങ്ങനെ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ അത് എന്നേ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അതേപോലെ ഇടയ്ക്കുണ്ടാവുന്ന ബോംബെയിൽ നടന്ന ടെററിസ്റ്റ് ആക്രമണം പോലെ അതും പരിഹരിക്കാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. മനസ്സുണ്ടായിരുന്നെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാത്ത വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കും. ഇത്രയും കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നമ്മളുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഹരിയാനയും പഞ്ചാബും തമ്മിൽ ചണ്ഡീഗഡിന് വേണ്ടി സമരം ഉണ്ടായി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെല്ലാം ഭാരതം അതിജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം ഒരു അസാധാരണ രാജ്യമായി മാറിയിരിക്കുകയാണെന്ന്. കാരണം ഏതൊരു രാജ്യത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പോലും ആ രാജ്യം അടിതെറ്റി വീഴാൻ പോകുന്ന മാതിരി പതറുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഭാരതത്തിൽ മാത്രം അത് സംഭവിച്ചിട്ടില്ല. ഏത് നെഗറ്റീവുകളിൽ നിന്നും ഭാരതം വീണ്ടും പോസിറ്റീവായിട്ട് ഉയരുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു മഹത്വമേറിയ അനുഭവത്തിൻ്റെ സമ്പത്ത് ഉള്ള ഒരേ ഒരു രാജ്യം ഭാരതമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ വികസിത രാഷ്ട്രങ്ങൾ ഈ മത തീവ്രവാദത്തെ, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീവ്രവാദമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ആ മത തീവ്രവാദത്തെ നേരിടാനായിട്ട് ഭാരതത്തിന്റെ പന്ഥാവാണ് ഇപ്പൊ സ്വീകരിക്കാറുള്ളത്. ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്യാറുള്ളത്. നമ്മുടെ നാടില് എങ്ങനെയാണോ ഇതേമാതിരിയുള്ള ക്രൂഷ്യൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ അനുഭവത്തിൽ എല്ലാ നന്മകളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗത്തിനെയും ഒത്തുചേർത്തുകൊണ്ട് എല്ലാവരുടെയും നന്മകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു മുമ്പോട്ടുള്ള പ്രയാണമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ നമ്മുടെ വേദങ്ങൾ നമുക്ക് നൽകിയൊരു സന്ദേശമുണ്ട്. സഹനാവവതു സഹനൗ ഭുനക്തു, നിങ്ങൾ കേട്ടുകയാണത്. അതേപോലെ തന്നെ വേദങ്ങൾ നൽകിയൊരു സന്ദേശമുണ്ട്. ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ.
നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എല്ലായിടത്തു നിന്നും ഞങ്ങളിലേക്ക് വന്നു ചേരട്ടെ. ഈ ചിന്താധാരകളാണ് ഭാരതത്തിന്റെ മതമൗലികവാദം. ഭാരതത്തിന്റെ മൗലികം അടിസ്ഥാനപരമായിട്ടുള്ളത് സർവ്വതിലും നന്മ കാണാനുള്ള ആ ചിന്താധാരയാണ്. അത് ഭാരതീയരുടെ രക്തത്തിലുള്ളത് കൊണ്ടാണ് ഏതു പ്രശ്നവും സമന്വയത്തോടുകൂടി ഭാരതത്തിന് പരിഹരിക്കാൻ സാധിക്കുന്നത് എന്ന് ഇന്ന് വികസിത രാഷ്ട്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രാൻസ് എടുത്താലും ജർമ്മനി എടുത്താലും മറ്റേത് രാജ്യം എടുത്താലും ഓസ്ട്രേലിയ ഉൾപ്പെടെ അമേരിക്കയും ഏത് രാജ്യം എടുത്താലും ഭാരതം എങ്ങനെയാണോ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ നേരത്തെ ഒരു ലിസ്റ്റ് പറഞ്ഞു. ആ ലിസ്റ്റിൽ പെടാത്തൊരു വലിയ ലിസ്റ്റ് ഉണ്ട്. സാമ്പത്തികമായ തകർച്ച ലോകമെമ്പാടും നടക്കുമ്പോഴും ഭാരതം ഏതാണ്ട് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നു. സാമ്പത്തിക തകർച്ചയിലൂടെ അമേരിക്കയിലെ 6 ബാങ്കുകൾ പൊട്ടിത്തെറിച്ചു. ജപ്പാനിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി തകർന്നുപോയി. ഈ രാജ്യത്തിൽ ഒരൊറ്റ ബാങ്ക് പോലും പൊട്ടിയില്ല, ഒറ്റ ഇൻഷുറൻസ് കമ്പനി പോലും പൊട്ടിയില്ല. സെൻസെക്സ് കുറേ താഴെ ഉണ്ടായി. പക്ഷെ അമേരിക്കയിലെ റേറ്റ് ഓഫ് ഗ്രോത്ത് മൈനസിലേക്ക് പോയപ്പോ ഭാരതത്തിലെ റേറ്റ് ഓഫ് ഗ്രോത്ത് 9-ൽ നിന്ന് 7-ലേക്ക് താഴ്ന്നേ ഉള്ളൂ. 7-ൽ നിന്ന് താഴെ പോയിട്ടില്ല. 9-ൽ നിന്ന് 7-ലേക്ക് താഴ്ന്നേ ഉള്ളൂ. അതിൽ നിന്ന് താഴെ പോയിട്ടില്ല. എത്രയധികം ചിന്തിച്ചാലും മനസ്സിലാകാത്ത ഒരു പ്രതിഭാസം ടെററിസ്റ്റ് ആക്രമണം ബോംബെയിൽ ഉണ്ടായപ്പോൾ അതേപോലെ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ന്യൂയോർക്കിൽ ഉണ്ടായത്. അന്ന് അവിടുത്തെ ഷെയർ ബിസിനസ് നേരെ തകർന്ന് താഴേക്ക് വരിക ചെയ്തത്. ബോംബെയില് താജ് ഹോട്ടലിൽ 72 മണിക്കൂർ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം ഷെയർ വാല്യൂ 370 പോയിന്റ് കൂടുക ചെയ്തത്. 370 പോയിന്റ് കൂടി. ആർക്കും മനസ്സിലാവണില്ല ഈ നാടിന്റെ പ്രത്യേകത എന്താണ്. അതാണ് ഈ നാടിന്റെ മഹത്വം. ഉജ്ജ്വലമായിട്ട് ഏത് നെഗറ്റീവുകളെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഞാൻ പലതും കൂടി ചേർത്താണ് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ചേർത്ത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ മക്കൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്കെല്ലാം ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ച് വസ്തുതാപരമായ അഭിമാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ പ്രണാമം.